ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചെമ്മീൻ ഫ്രൈ ആയാലോ? അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുള്ളൂ. വേറെ ഒരു മസാലയും കാര്യങ്ങളും ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇനി നമ്മളിത് എല്ലാം ചെമ്മീനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പുറകിലുള്ള അതിൻ്റെ വേസ്റ്റും എല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഒത്തിരി വലിപ്പമുള്ള ചെമ്മീനൊന്നും അല്ലായിരുന്നു കേട്ടോ, പക്ഷേ അത്യാവശ്യം വലിപ്പം ഉണ്ട് താനും. പിന്നെ നമുക്കിത് ശരിക്കും ഒന്ന് ഇതെല്ലാം മസാലയൊക്കെ തിരുമ്മി എടുത്ത് വയ്ക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി അതിനകത്തേക്ക് നമുക്കിനി ചെമ്മീനെല്ലാം നിരത്തിയിട്ട് കൊടുക്കാം. ഈ ചെമ്മീനെല്ലാം ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ രണ്ട് സൈഡും നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാ സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. ഇതൊരു സവാളയാണ്. അപ്പോൾ ഒരു സവാള വേണ്ട, കുറച്ച് ചെമ്മീനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പകുതി സവാള മതി. അപ്പോൾ ഇനി നമുക്ക് ഈ സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. അപ്പോൾ ഇത് നമ്മൾ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചെമ്മീൻ ഇപ്പോൾ രണ്ട് സൈഡും വെന്ത് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിട്ട് സവാള ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഈ സവാളയിലേക്ക് മസാല എല്ലാം പിടിക്കണം. അവരൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ സവാളയിലേക്ക് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കനും ബീഫും എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒരു കറിയില്ലെങ്കിൽ നമുക്കിത് മാത്രം കൂട്ടി ചോറ് തിന്നാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. താങ്ക്